എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും സർക്കാരുകളും മുഖ്യമന്ത്രിയും ഗവർണർമാരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് പോകുന്നത്? ആദ്യം ഞാൻ ബംഗാളിൻ്റെ കാര്യം പറയാം. അവിടെ ഏറ്റുമുട്ടലില്ല. മമതാ ബാനർജി 3 തലങ്ങളിലാണ് ഞാൻ കാണുന്നത്. മമതാ ബാനർജി എന്ന വ്യക്തി, മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി, മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവ്. മമതാ ബാനർജി എന്ന വ്യക്തിയുമായി എനിക്ക് വളരെ ഊഷ്മളമായ ബന്ധമാണ് അന്നുമുള്ളത് ഇന്നുമുള്ളത്. ഒരു മാറ്റവും അതിനുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് ജനാധിപത്യത്തിൻ്റെ ബാലൻസിങ് ആക്റ്റാണത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് ഗവൺമെൻറ്റിൻ്റെ ഫ്രണ്ട് ഫേസ്, ദൃശ്യമായ മുഖം അവരുടെ ആയിരിക്കണം. നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗവർണർ പിന്നണിയിൽ നിൽക്കണം, ഒരിക്കലും മുന്നിലേക്ക് വരേണ്ട ആളല്ല. എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ഹീ ഷുഡ് ബി എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ടു ദി എലക്റ്റഡ് ചീഫ് മിനിസ്റ്റർ. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീക്ഷണവും നോമിനേറ്റ് ചെയ്ത് വരുന്ന ഒരു ഗവർണറുടെ വീക്ഷണവും രണ്ടും രണ്ടാവണം. പലപ്പോഴും കാഴ്ചപ്പാടുള്ള വ്യത്യാസം ഉണ്ടാവും, അത് മനസ്സിലാക്കണം. ഞാനും എൻ്റെ സഹപ്രവർത്തക മമതാ ബാനർജിയുമായി ഞങ്ങൾ തമ്മിൽ ധാരണയുണ്ട്. ലെറ്റ് us എഗ്രി ടു ഡിസഗ്രി. എല്ലാ കാര്യത്തിലും ഒന്നുപോലെ പോകണമെന്നില്ല. ലെറ്റ് us എഗ്രി ടു ഡിസഗ്രി. മമതാ ബാനർജി എന്ന വ്യക്തിയുമായിട്ട് വളരെ ഊഷ്മളമായ ബന്ധമുണ്ട്. മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിയുമായി നാടൻ ഭാഷയിൽ പറഞ്ഞ ചട്ടിയും കലവും പോലെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അത് സ്വാഭാവികമാണ്. മമതാ ബാനർജി എന്ന രാഷ്ട്രീയക്കാരി എനിക്കറിയില്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളുമല്ല. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ രത്നച്ചുരുക്കം. പക്ഷേ ഈ പല സംസ്ഥാനങ്ങളിലും ഈ ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമെങ്കിലും ഈ തട്ടലും മുട്ടലും കുഴപ്പമില്ല. പക്ഷേ ഈ ചട്ടിക്കോ കലത്തിനോ കേടുണ്ടാകുന്ന രീതിയിൽ അത് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം സുപ്രീം കോടതി തന്നെ ഈ കഴിഞ്ഞ മാസം അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നു പഞ്ചാബ് ഗവർണറുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ തമിഴ്നാട് ഗവർണറുടെ കാര്യത്തിൽ. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞു, അതിൻ്റെ ഉത്തരം മുത്തശ്ശിമാർ തന്നിട്ടുണ്ട്. ഈ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ. മുത്തശ്ശിമാർ പറയുന്നു, മൺകുടം ഉടഞ്ഞാൽ പൊട്ടിപ്പോവും, പൊൻകുടം വിളക്കി ചേർക്കാം. അപ്പോൾ ഗവർണർമാരും മുഖ്യമന്ത്രിമാരും തീരുമാനിക്കണം, നാം മൺകുടമാകണോ പൊൻകുടമാകണോ. പൊൻകുടം ഉടഞ്ഞാലും വിളക്കി ചേർക്കാം. എല്ലാത്തിനും ജനാധിപത്യത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഒന്നും ആത്യന്തികമായി നശിക്കുന്നില്ല. ഡെമോക്രസി ഹാസ് ഇൻബിൽറ്റ് പവേഴ്സ്. ഏത് സാഹചര്യത്തെയും നേരിടാനും അതിന് ഫലപ്രദമായ പരിഹാരം കണ്ടെത്താനുള്ള ആന്തരിക ശക്തി ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. അതിനുള്ളിൽ നിന്ന് പ്രവർത്തിച്ചാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ബഹുജനം പലവിധം. സംസ്ഥാനങ്ങളുടെ ശൈലിയും മറ്റൊന്നാവാം. അവിടെ ചില പൊട്ടിത്തെറികളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായെന്ന് വരാം. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ പുരോഗതിയുടെ പാതയിലുണ്ടാകുന്ന സ്വാഭാവികമായ പരിണാമങ്ങൾ എന്ന് മാത്രം കരുതിയാൽ മതി. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു സംസ്ഥാനത്തെ നിലയല്ല മറ്റൊരു സംസ്ഥാനത്ത്. അതുകൊണ്ട് ആ താരതമ്യം, കമ്പാരിസൺ ഈസ് ഓഡിയസ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ വളരെ ശരിയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഗവർണറും മുഖ്യമന്ത്രിയും മുൻപോട്ട് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പിന്നെ കോടതിയുടെ ഇടപെടൽ, കോടതി ഇടപെടണമല്ലോ, അതിനല്ലേ കോടതി. ഒരു തർക്കമുണ്ടായാൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തീരുമാനിക്കാൻ ഒരു മധ്യസ്ഥൻ വേണം. അത് ഭരണഘടന പറയുന്നത് കോടതിയാണ്. അതുകൊണ്ട് ഈ കോടതിയിൽ പോകുന്നതും കേസുണ്ടാകുന്നതും ചിലപ്പോഴൊക്കെ ചില കശപിശ ഉണ്ടാകുന്നൊരു വലിയ ആശങ്കയ്ക്ക് കാരണമാണ് എന്നെനിക്ക് തോന്നുന്നില്ല.